നോയ്സ് പുറത്തിറക്കിയ ഏറ്റവും ലേറ്റസ്റ്റ് ആയ കളർ ഫിറ്റ് അൾട്രാ 3 ലുമിനറി എന്ന ഒരു കിഡിലൻ സ്മാർട്ട് വാച്ച് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത്. 1.96 ഇഞ്ചസിന്റെ അമോൾഡ് ഡിസ്പ്ലേ ആണ് ഈ ഒരു വാച്ചിൽ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു കാറ്റഗറിയിൽ ഇഷ്ടം പോലെ വാച്ച് ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതിൽ നിന്നും ഡിഫറൻ്റ് ആയിട്ട് ഒട്ടനവധി ലൂമിലെറ്റ് പോലെയുള്ള ഒരുപാട് ഡിഫറെന്റ് ഫീച്ചേഴ്സുമായിട്ടാണ് ഈ ഒരു കിഡിലൻ സ്മാർട്ട് വാച്ച് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വാച്ച് ആസ് ഓൾവേസ് നോയ്സ് ഇപ്പം നല്ല ഓഫർ പ്രൈസിൽ കൊടുക്കുന്നുണ്ട്. വീഡിയോക്ക് താഴെ കമന്റ് ബോക്സിൽ ഇതിന്റെ ഓഫർ അടങ്ങിയ ലിങ്ക് ഞാൻ പിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കിട്ടുന്ന ഓഫർ പ്രൈസ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ ഈ ഒരു നോയ്സിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയ സ്മാർട്ട് വാച്ചസിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് വളരെ പെട്ടെന്ന് കാണാം. ബോക്സിന് മുകളിലായിട്ട് വാച്ചിന്റെ നല്ലൊരു ഇമേജ് കാണാനായിട്ട് പറ്റും. ഈ ലൂമിലെറ്റ് അതുപോലെ ലൂമി പിങ് അത് നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത്. അതിന്റെ കാര്യങ്ങൾ നമുക്ക് വഴിയെ നോക്കാം. അമോൾഡ് ഡിസ്പ്ലേ ആണ് ഈ ഒരു വാച്ചിൽ വന്നിട്ടുള്ളത്. കളർ ഫിറ്റ് അൾട്രാ 3 ലുമിനറി എന്ന് എഴുതിയിരിക്കുന്നത് കാണാം. ഇന്ത്യയിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. വാച്ചിന്റെ നല്ലൊരു ഇമേജ് ഇരുവശത്ത് വരുന്നുണ്ട്. ഇവിടെയായിട്ട് നമുക്ക് ബ്രാൻഡ് അംബാസഡർ വിരാട് കോഹ്ലിയുടെ നല്ലൊരു ഇമേജ് കാണാനായിട്ട് പറ്റും. ഓൾസോ ഈ ഒരു വശത്തേക്ക് വരുമ്പോഴും നമുക്ക് കുറേ ഫീച്ചേഴ്സ് ആണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. പിറകിലോട്ട് വരുമ്പോൾ ബ്രാൻഡിനെ പറ്റിയുള്ള കുറേ ഡീറ്റെയിൽസ് ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസ്, വാറണ്ടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തായിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് റിവ്യൂ യൂണിറ്റ് ആയിട്ട് കിട്ടുന്ന പല പ്രോഡക്ട്സും നല്ല ഡിസ്കൗണ്ട്സിൽ നമ്മൾ കൊടുക്കാറുണ്ട്. നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ അവൈലബിൾ ആയിട്ടുള്ള ഓഫർ കാർട്ട് എന്ന ചാനൽ വഴിയാണ് ഇത്തരത്തിലുള്ള പ്രോഡക്ട്സ് ഒക്കെ നമ്മൾ ഡിസ്കൗണ്ട് പ്രൈസിൽ കൊടുക്കാറുള്ളത്. അപ്പോൾ നമ്മളങ്ങനെ ബോക്സ് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ തന്നെ ഈ ഒരു രീതിയിലാണ് പാക്കിംഗ് വരുന്നത്. നോയ്സ് എന്ന് എഴുതിയിരിക്കുന്നത് കാണാനായിട്ട് പറ്റും. ഇതിന് പിറകിലായിട്ട് നമുക്ക് കുറച്ച് പേപ്പർ വർക്ക്സ് അവൈലബിൾ ആണ്. ഈ ഒരു പേപ്പറിന് പിറകിലായിട്ട് ഇവിടെ നമുക്ക് മെയിൻ യൂണിറ്റ് കാണാനായിട്ട് പറ്റും. ഇത് നമുക്കൊന്ന് സൈഡിലോട്ട് വെക്കാം. പിന്നെ നമുക്കിതിൽ കിട്ടാൻ പോകുന്നത് ഈ ഒരു ചാർജിങ് കേബിളാണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഇനി നമുക്കിതൊക്കെ ഒന്ന് സൈഡിലോട്ട് വെച്ചുകൊണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ ഇതിൽ നമുക്ക് കിട്ടുന്ന ചാർജിങ് കേബിൾ ഇതാണ് കേട്ടോ. മാഗ്നറ്റിക് സപ്പോർട്ടോട് കൂടിയുള്ള ഇത്തരത്തിലൊരു ചാർജിങ് കേബിൾ നമുക്ക് ഈ ഒരു ബോക്സിനകത്ത് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ബുക്ക് മൈ ഷോയുടെ ഒരു വൗച്ചർ നമുക്കിതിൽ അവൈലബിൾ ആണ്. ഇത് നമുക്കിങ്ങനെ സ്കാൻ ചെയ്തുകൊണ്ട് നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. കുറച്ച് സ്റ്റിക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. സ്റ്റിക്കേഴ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു യൂസർ മാനുവലിനകത്ത് നമുക്കൊരു QR കോഡ് കാണാനായിട്ട് പറ്റും. ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് വേണം നിങ്ങൾ വാറണ്ടി രജിസ്റ്റർ ചെയ്യാനായിട്ട്. വാറണ്ടി രജിസ്റ്റർ ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. അപ്പോൾ ഈ കാണുന്ന പേപ്പർ വർക്ക്സും അതുപോലെ തന്നെ ഈ കാണുന്ന ചാർജറുമാണ് വാച്ച് അല്ലാതെ നമുക്ക് ഈ ഒരു ബോക്സിനകത്ത് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു വാച്ചിൻ്റെ ഫസ്റ്റ് ലുക്ക് എന്ന് പറയുമ്പോൾ ഇതാണ് കണ്ടില്ലേ, ഞാനിപ്പോൾ കയ്യിൽ കെട്ടിയിട്ടുണ്ട്. സിലിക്കൺ സ്ട്രാപ്പാണ് ഇതിൽ വന്നിട്ടുള്ളത്. മാത്രമല്ല നല്ല ക്വാളിറ്റിയുള്ള ഒരു സ്ട്രാപ്പാണ്. ഒരു ബ്രൗൺ കളർ വേരിയൻ്റ് ആണ് എൻ്റെ പക്കലുള്ളത്. നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ഈ ഒരു ബ്രൗൺ അതുപോലെ ഈ ഒരു ഗോൾഡൻ കളർ നല്ല ഒരു കോംബോ ആണ്. ഇവിടെ നമുക്ക് നോയ്സിൻ്റെ ബ്രാൻഡിങ് കാണാനായിട്ട് പറ്റും. ആ ഒരു 1.96 ഇഞ്ചസിൻ്റെ അമോൾഡ് ഡിസ്പ്ലേയുടെ അഡ്വാൻറ്റേജ് നമുക്കിതിൽ കാണാനായിട്ട് പറ്റും. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള സ്ട്രാപ്പാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ബക്കിൾസും കാര്യങ്ങളൊക്കെ നല്ല ബിൽഡ് ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്കിവിടെ കാണാനായിട്ട് പറ്റും. നല്ല സ്റ്റാൻഡേർഡ് ക്വാളിറ്റിയുള്ള ഒരു സ്ട്രാപ്പ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഓവറോൾ ഡിസ്പ്ലേ പറ്റി പറയുമ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ തന്നെയാണ്. ഇവിടെ നമുക്കൊരു ഫംഗ്ഷണൽ ക്രൗൺ ബട്ടൺ കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഈ ഒരു വശത്തായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് മറ്റൊരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അതിന് തൊട്ടടുത്ത് തന്നെ സ്പീക്കർ വരുന്നുണ്ട്. പിറകിലായിട്ട് നമുക്ക് ചാർജ് ചെയ്യാനുള്ള ഏരിയ കാണാം. കുറേ സെൻസേഴ്സ് ഉണ്ട്. ഇവിടെ നമുക്ക് നോയ്സിൻ്റെ ബ്രാൻഡിങ് കാണാനായിട്ട് പറ്റും. ഒരു ഗ്ലോസി കവറിങ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ നല്ല ബിൽഡ് ക്വാളിറ്റിയിലാണ്. മാത്രമല്ല ഇതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ബോഡി വരുന്നത് ഒരു മെറ്റൽ ബിൽഡ് ക്വാളിറ്റിയിലാണ്. അതുകൊണ്ട് തന്നെ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ബിൽഡ് ക്വാളിറ്റി തന്നെ ഇതിനുണ്ട്. ഈ ഒരു ബട്ടൺ ഇങ്ങനെ ടാപ്പ് ചെയ്തുകൊണ്ട് നമുക്കിത് പവർ ഓൺ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇതിൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ട ആപ്പ് എന്ന് പറയുന്നത് നോയ്സ് ഫിറ്റ് ആപ്പാണ്. നോയ്സ് ഫിറ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് പെയർ ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ആദ്യം നമുക്ക് ഈ ഒരു വാച്ചിൻ്റെ ലൂമിലെറ്റ് ഫംഗ്ഷൻ ഒന്ന് പരിചയപ്പെടാം. അതിനായിട്ട് ഞാൻ ഈ ഒരു വാച്ച് ഒന്ന് ക്വിക്കായിട്ട് ചാർജ് ചെയ്യാണ്. ചാർജ് പ്ലഗ് ചെയ്യുന്ന സമയത്ത് തന്നെ വാച്ചിൻ്റെ ഈ ഒരു എൻഡിൽ നിങ്ങൾക്ക് കാണാം ഒരു ഗ്രീൻ കളർ ലൈറ്റ് ഇങ്ങനെ വരുന്നത് കണ്ടില്ല. ആ ഒരു അലേർട്ട് ഇപ്പോൾ നമുക്ക് ഗ്രീൻ കളറിലാണ് വന്നിട്ടുള്ളത്. ഞാൻ ഒന്നുകൂടെ റിമൂവ് ചെയ്ത് ഒന്നുകൂടെ പ്ലഗ് ചെയ്ത് കാണിക്കാം. അപ്പോൾ ആ ഒരു ചാർജിങ് അലേർട്ട് ഇപ്പോൾ ഡീഫോൾട്ടായിട്ട് ഇതിൽ ഗ്രീൻ കളറിലാണ്. ഇത്തരത്തിൽ നമ്മുടെ വാച്ചിൽ വരുന്ന എല്ലാ നോട്ടിഫിക്കേഷൻസും നമുക്ക് പല കളേഴ്സിൽ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിൻ്റെ സെറ്റിംഗ്സ് നമുക്കിവിടെ ആപ്പിൽ കാണാനായിട്ട് പറ്റും. ആപ്പിൽ നിങ്ങൾക്ക് ഈ ഒരു ലൂമിലെറ്റ് എന്ന് കാണാം. ഇതിലൊന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എനേബിൾ ചെയ്യാനായിട്ട് പറ്റും. ഇതിൽ നമുക്ക് ഡീഫോൾട്ടായിട്ട് ചാർജിങ് ഗ്രീനിലാണ്, ലോ ബാറ്ററി റെഡിലാണ്, കോൾ അലേർട്ട് ഗ്രീൻ കളറിലൊക്കെയാണ്. പിന്നെ നമുക്ക് ആപ്പ് വൈസും ഇത് സെറ്റപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഇത്തരത്തിൽ ടാപ്പ് ചെയ്തുകൊണ്ട് ആപ്പ് സെർച്ച് ചെയ്തുകൊണ്ട് അത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓൾവേസ് നമുക്കത് ഓൺ ചെയ്ത് വെക്കാനുള്ള ഓപ്ഷനും അവൈലബിൾ ആണ്. ഓൾവേസ് ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങളുടെ വാച്ചിൻ്റെ ചാർജിനെ അത് ബാധിച്ചേക്കാം. അപ്പോൾ അത് ഓൾവേസ് ഓൺ ചെയ്ത് വെക്കാതിരിക്കുന്നതാണ് നല്ലത്. നമുക്കിതിൻ്റെ ക്വിക്ക് ആക്സസ് മെനു ഒന്ന് പെട്ടെന്ന് നോക്കാം. ഇവിടെ നമുക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സൈലൻറ്റ് മോഡ് എനേബിൾ ചെയ്യാനും ഡിസേബിൾ ചെയ്യാനും സാധിക്കും. നമ്മുടെ ഫോൺ എവിടെയെങ്കിലും മറന്നു വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൽ ടാപ്പ് ചെയ്തുകൊണ്ട് കണ്ടെത്താനായിട്ട് പറ്റും. അത് ഫോണൊക്കെ മറന്നു വെച്ചാൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ്. ബ്രൈറ്റ്നസ് ഇവിടെ മാനേജ് ചെയ്യാം. ഇപ്പോൾ മാക്സിമം ബ്രൈറ്റ്നസ് നമ്മളിപ്പോൾ കുറച്ച് കൊണ്ടുവന്നു. ഇപ്പോൾ മാക്സിമം തന്നെ അഡ്ജസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് പവർ സേവിംഗ് മോഡ് അവൈലബിൾ ആണ്. പിന്നെ സെറ്റിംഗ്സിലോട്ട് ചെല്ലുകയാണെങ്കിൽ റിസ്റ്റ് അവേക്ക് ഓപ്ഷൻ ഉണ്ട്, ടാപ്പ് ടു വേക്ക് അപ്പ് ഓപ്ഷൻ ഉണ്ട്, ബ്രൈറ്റ്നസ് മാനേജ് ചെയ്യാം. സ്ക്രീൻ ടൈം ഇപ്പം ഡിഫോൾട്ടായിട്ട് 5 സെക്കൻഡ്സ് ആണ്. നമുക്ക് 30 സെക്കൻഡ്സിലോട്ട് മാറ്റാം. ഓൾവേസ് ഓൺ ഡിസ്പ്ലേ എനേബിൾ ചെയ്യാനും ഡിസേബിൾ ചെയ്യാനും സാധിക്കും. പിന്നെ നമുക്ക് റിംഗ് ടോൺ വൈബ്രേഷൻ സെറ്റപ്പ് ചെയ്യാം. DND ഉണ്ട്, ഡൗൺ ബട്ടൺ ഉണ്ട്. അതായത് നമുക്ക് ഈ ഒരു കാണുന്ന ബട്ടൺ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനായിട്ട് പറ്റും. ഇതിൽ ടാപ്പ് ചെയ്താൽ സിംഗിൾ ടാപ്പിലൂടെ നമുക്ക് ഈ കാണുന്ന
ഓപ്ഷൻസിലേക്കൊക്കെ നമുക്ക് ഈസി ആയിട്ട് ചെല്ലാനായിട്ട് പറ്റും. അത് സെറ്റപ്പ് ചെയ്യാനുള്ള ഒരു ബട്ടണാണിത്. ഇപ്പോൾ നമുക്ക് ലോങ് പ്രസ്സിൽ നമുക്ക് ഈ നോയ്സ് ബസ് ആയിരിക്കും ഡീഫോൾട്ടായിട്ട് കിട്ടുന്നത്. അത് നമുക്കിവിടെ മാനേജ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് ഈ ഒരു ഓപ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മെനു വ്യൂ ആണെങ്കിൽ നമുക്ക് ഇതിൽ 2 ഓപ്ഷൻ ഉണ്ട്. ഗ്രിഡ് വ്യൂ ഉണ്ട്, ലിസ്റ്റ് വ്യൂവും അവൈലബിൾ ആണ്. പിന്നെ നമുക്കിതിൽ സ്പോർട്സ് ഡിറ്റക്ഷൻ, ഓട്ടോ സ്പോർട്സ് ഡിറ്റക്ഷൻ മോഡ് അവൈലബിൾ ആണ്. അത് നമുക്ക് എനേബിൾ ചെയ്ത് വെക്കാം. എബൌട്ട് കോൾസ് ഉണ്ട്, ഡിവൈസ് ഇൻഫോ ഉണ്ട്. QR കോഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വാട്സപ്പിൻ്റെ QR കോഡ്, അതുപോലെ തന്നെ നമ്മുടെ സ്നാപ്ചാറ്റ്, വാട്സപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഗൂഗിൾ പേ ഒക്കെ ഇതിൽ ആഡ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. റീബൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, പവർ ഓഫ്, റീസെറ്റ്, ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ക്വിക്ക് ആക്സസ് മെനു അതുപോലെ സെറ്റിങ്സിൽ നമുക്ക് കിട്ടുന്നത്. ഇനി നമ്മൾ ഇത്തരത്തിൽ റൈറ്റിലോട്ട് സ്വൈപ്പ് ചെയ്യുകയാണെങ്കിൽ ആക്ടിവിറ്റി, അതായത് ഈ ഒരു ഷോർട്ട് കട്ടാണ്. സ്ലീപ്പ് മോണിറ്റർ, സ്ട്രെസ് മോണിറ്റർ, അതുപോലെ തന്നെ ബ്ലഡ് ഓക്സിജൻ കൗണ്ട്, ഹാർട്ട് റേറ്റ് മോണിറ്റർ, അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെയാണ് കിട്ടുന്നത്. ഇനി നമുക്ക് ലെഫ്റ്റിലോട്ട് സ്വൈപ്പ് ചെയ്താലും ഇതേ ഓപ്ഷൻസ് ഒക്കെ തന്നെയാണ് വരുന്നത്. ഇനി നമുക്ക് താഴോട്ട് സ്വൈപ്പ് ചെയ്യുകയാണെങ്കിൽ നോട്ടിഫിക്കേഷൻ വിൻഡോ ആണ് കാണാനായിട്ട് പറ്റുക. നോട്ടിഫിക്കേഷൻ ഈസി ആയിട്ട് ഇത്തരത്തിൽ ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. ഓവറോൾ അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. ഡിസ്പ്ലേയുടെ ക്വാളിറ്റി എടുത്ത് പറയാൻ തന്നെയുണ്ട്. കാരണം 1.96 ഇഞ്ചസിൻ്റെ അമോൾഡ് ഡിസ്പ്ലേ ആണ് വന്നിട്ടുള്ളത്. മാത്രമല്ല കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു മെറ്റൽ ബോഡിയിലാണ് ഇത് വന്നിട്ടുള്ളത്. ഈ ഒരു ബട്ടൺ ഇങ്ങനെ നമുക്ക് ലോങ് പ്രസ് ചെയ്തുകൊണ്ട് കണ്ടില്ല, നേരത്തെ പറഞ്ഞ പോലെ തന്നെ നോയ്സ് ബസ്സിലോട്ട് വരാനായിട്ട് പറ്റും. ഇതിൽ നമുക്ക് കോൾസ് ഇനീഷ്യേറ്റ് ചെയ്യാം. കോൺടാക്ട്സ് നമുക്കിതിൽ ആഡ് ചെയ്തിട്ടില്ല, നമുക്ക് ആപ്പിലൂടെ തന്നെ ആഡ് ചെയ്യാനായിട്ട് പറ്റും. കോൾ ഹിസ്റ്ററി കാണാനായിട്ട് പറ്റും. ഓൾസോ നമുക്കിതിൽ ഡയൽ പാഡും അവൈലബിൾ ആണ്. ഇതിൽ നമുക്ക് നമ്പറൊക്കെ ടാപ്പ് ചെയ്തുകൊണ്ട് കോൾസും ഇനീഷ്യേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ നമ്മൾ ലോങ് പ്രസ് ആണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കൊരു സിംഗിൾ പ്രസ് ആണെങ്കിൽ നമുക്കിതിൽ ഈ ഒരു വർക്കൗട്ട് മോഡിലോട്ട്, ആക്ടിവിറ്റി ലോഗിലോട്ട് ചെല്ലാനായിട്ട് പറ്റും. ഔട്ട്ഡോർ വാക്കിംഗ്, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഇതിലുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ലൂമി പിങ് എന്ന ഫീച്ചറിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ഇതേ വാച്ച് തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ പക്കലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ഈ ഒരു നോയ്സ് ഫിറ്റ് ആപ്പിലൂടെ നിങ്ങൾക്ക് ഇമോജിയൊക്കെ സെൻഡ് ചെയ്യാനായിട്ട് പറ്റും. അതിന് ചില ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട്. എല്ലാ ഇമോജിയും നിങ്ങൾക്ക് അയക്കാനായിട്ട് പറ്റില്ല. ഇനി നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഒരു കോളിംഗ് ഫീച്ചറാണ് കേട്ടോ. അപ്പോൾ നമുക്കിതിലൂടെ ബ്ലൂടൂത്ത് കോളിംഗ് ഒക്കെ ചെയ്യാനായിട്ട് പറ്റും. ഇനി നമുക്കിതിൻ്റെ കോളിംഗ് ഫീച്ചർ ടെസ്റ്റ് ചെയ്യുന്നതിനായിട്ട് ആപ്പിൽ ചെന്നുകൊണ്ട് നിങ്ങൾക്ക് ഇതിൽ കോൺടാക്റ്റ് ആഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ആ ഒരു കോൺടാക്റ്റ് ഇതിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് കോൺടാക്റ്റ് ആഡ് ചെയ്യുക, അതിനുശേഷം കോൺടാക്റ്റ് വാച്ചിലോട്ടൊന്ന് അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ബട്ടൺ ലോങ് പ്രസ് ചെയ്തുകൊണ്ട് ഈസി ആയിട്ട് നമുക്ക്, സിംഗിൾ ടാപ്പ് ആണെങ്കിൽ ആക്ടിവിറ്റി ലോഗ് ആയിരിക്കും, ലോങ് പ്രസ്സിലൂടെ നമുക്ക് ഈ ഒരു കോൺടാക്ട്സിലോട്ട് ചെല്ലാനായിട്ട് പറ്റും. അതിൽ ടാപ്പ് ചെയ്തുകൊണ്ട് നമുക്കിപ്പോൾ കോൾ ഇനീഷ്യേറ്റ് ചെയ്യാം. മ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ലൗഡ് സ്പീക്കർ അവൈലബിൾ ആണ്. ഓൾസോ നമുക്ക് കാണാം കോൾ ഇപ്പോൾ ഇനീഷ്യേറ്റ് ആയിട്ടുണ്ട്. കണക്ടിവിറ്റി എല്ലാം വളരെ സ്മൂത്ത് ആണ് കേട്ടോ. ഹലോ, നമസ്കാരം. ഞാനേ ഒരു സ്മാർട്ട് വാച്ചിൽ നിന്നാണ് കോൾ ചെയ്യുന്നത്. കേൾക്കാം. സ്പീക്കർ ഇട്ടിട്ടുണ്ട്. കേൾക്കാൻ പറ്റുന്നുണ്ടോ? ആണല്ലേ. എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടോ? ഇല്ലല്ലേ. ആണല്ലേ. ഓക്കെ, ഞാൻ വിളിക്കാം എന്നാൽ. ഓക്കെ, നമ്മളിപ്പോൾ കോൾ ഇനീഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞു. നല്ല ക്ലാരിറ്റിയിൽ തന്നെ ആ ഒരു എൻഡിൽ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും നമുക്ക് വ്യക്തമായിട്ട് കേൾക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. ജിയോ നെറ്റ്വർക്ക് വഴിയാണ് നമ്മളിപ്പോൾ കോൾ ചെയ്തിട്ടുള്ളത്. ഇതിൽ കൊടുത്തിട്ടുള്ള ഈ ഒരു സ്ട്രാപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ റിമൂവ് ചെയ്യാം. റിമൂവ് ചെയ്ത് പകരം മറ്റൊരു സ്ട്രാപ്പ് ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഞാൻ താഴെ തന്ന ലിങ്കിൽ വാച്ച് കാണാം. അതിന് താഴെയായിട്ട് ഇതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്ട്രാപ്പും കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലുള്ള ഓഫർ കാർഡ് ചാനലിലൂടെ ഈ ഒരു വാച്ചിൻ്റെ എല്ലാം ഓഫർ പ്രൈസ് അപ്ഡേറ്റ് ചെയ്യും തീർച്ചയായിട്ടും. അപ്പോൾ ഈ ഒരു റിവ്യൂ യൂണിറ്റ് എല്ലാം മികച്ച ഡിസ്കൗണ്ടിൽ ഗ്രാബ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓഫർ കാർഡ് പ്ലാറ്റ്ഫോമിൽ ജോയിൻ ചെയ്യാൻ മറക്കരുത്. IP68 റേറ്റിംഗ് ഉണ്ട്. അതുകൊണ്ട് തന്നെ വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻസ് സൗകര്യം ഈ ഒരു വാച്ചിനുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ഔട്ട്ഡോർ കണ്ടീഷനിലൊക്കെ വാട്ടറൊക്കെ ആയി കഴിഞ്ഞാലും പ്രശ്നമില്ല. പക്ഷേ സ്മാർട്ട് വാച്ച് എപ്പോഴും നല്ല ഡെപ്തിലേക്ക് പോകാതിരിക്കുന്നതാണ് നല്ലത്. നോയ്സ് കളർ ഫിറ്റ് അൾട്രാ 3 ലുമിനറി എന്ന ഈ ഒരു കിഡിലൻ സ്മാർട്ട് വാച്ചിന്റെ അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ ഈ ഒരു കിഡിലൻ സ്മാർട്ട് വാച്ച് മികച്ച ഓഫർ പ്രൈസിൽ വാങ്ങിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് വീഡിയോക്ക് താഴെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും തന്നിട്ടുണ്ട്. ആ ഒരു ലിങ്ക് വഴി നിങ്ങൾക്ക് ഇതിൻ്റെ ഓഫർ ഗ്രാബ് ചെയ്യാവുന്നതാണ്. ഓൺലൈനിൽ കിട്ടുന്ന ഏറ്റവും മികച്ച ഡീൽസും ഓഫേഴ്സും എല്ലാം നമ്മുടെ ഓഫർ കാർട്ട് എന്ന വാട്സപ്പ് ടെലിഗ്രാം ചാനലിലൂടെ ആളുകളിലേക്ക് എത്തിക്കുന്നുണ്ട്. അതിൻ്റെ എല്ലാം ലിങ്ക് ഡീറ്റെയിൽ ഞാൻ താഴെ തന്നിട്ടുണ്ട്. ആമസോൺ, ഫ്ലിപ്കാർട്ട്, മിൻട്ര പോലെയുള്ള പ്ലാറ്റ്ഫോംസിൽ കിട്ടുന്ന ഏറ്റവും മികച്ച ഡിസ്കൗണ്ട്സ് അലേർട്സ് ആണ് ആ ഒരു ചാനൽസിലൂടെ തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക. നല്ലൊരു അപ്ഡേറ്റുമായി നമുക്ക് മറ്റൊരു ദിവസം വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.